أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما أتاها نودي يا موسى إني أنا ربك فاخلع عليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى فلا يصدنك عنها من لا يؤمن بها واتبع هواه فتردى. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ത്വാഹയിൽ നിന്ന് 11 മുതൽ 16 കൂടി 6 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ. ഫലമ്മ അത്താഹ, അങ്ങനെ അദ്ദേഹം അതിനടുത്തെത്തിയപ്പോൾ, നൂദിയ വിളിക്കപ്പെട്ടു, യാ മൂസ, ഓ മൂസ എന്ന്. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ ഓ മൂസ എന്ന് വിളിക്കപ്പെട്ടു. എന്നീ അന, തീർച്ചയായും ഞാൻ, റബ്ബുക, നിൻ്റെ റബ്ബാൻ, തീർച്ചയായും ഞാൻ നിൻ്റെ റബ്ബാൻ. ഫഖ്ലഅ അലൈക, നീ നിൻ്റെ 2 ചെരുപ്പുകളും അഴിച്ചു മാറ്റുക. ഫഖ്ലഅ അലൈക, നിൻ്റെ 2 ചെരുപ്പുകളും നീ അഴിച്ചു മാറ്റ്. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി, തീർച്ചയായും നീ ഇപ്പോഴുള്ളത് അനുഗ്രഹീതമായ താഴ്വരയിലാണ്, പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിലാണ്. തുവ എന്ന, നീ ഇപ്പോൾ പരിശുദ്ധമായ തുവ താഴ്വരയിലാണ് നിൽക്കുന്നത്. വഅനഖ്തർതുക, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിഅ, അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് കേൾക്കുക. ലിമാ യൂഹ, നിനക്ക് ലഭിക്കുന്ന ആകാശ സന്ദേശം, നിനക്ക് ലഭിക്കുന്ന ദിവ്യബോധനം നീ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി അന, തീർച്ചയായും ഞാൻ, അള്ളാഹുവാണ്, തീർച്ചയായും ഞാൻ അള്ളാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ആരാധ്യനില്ല, ആരാധനക്കർഹനായി ഞാനല്ലാതെ വേറെ ആരുമില്ല. ഫഅബ്ദുനി, അതുകൊണ്ട് നീ എന്നെ ആരാധിക്കുക. വഅഖിമിസ് സ്വലാത്ത, നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നീ എനിക്ക് ആരാധനകൾ നിർവഹിക്കുക, നമസ്കാരം നിലനിർത്തുക. ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി, എന്നെ ഓർക്കാൻ വേണ്ടി. ഇന്ന സാഅത, തീർച്ചയായും ലോകാവസാനം, അന്ത്യനാൾ, അന്ത്യസമയം വരും, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹ, ഞാനത് ഗോപ്യമാക്കി വെക്കും, രഹസ്യമാക്കി വെക്കും. ലിതുജ്സ, നൽകപ്പെടാൻ വേണ്ടി. കുല്ലു നഫ്സിൻ, എല്ലാ ആളുകൾക്കും. ബിമാ തസ്അ, അവൻ എന്തൊക്കെയാണോ പ്രയത്നം ചെയ്തത് അതിനുള്ള പ്രതിഫലം എന്ന രൂപത്തിൽ. ഓരോരുത്തരും താങ്കളുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി ഞാൻ ആ ദിവസത്തെ രഹസ്യമാക്കി വെക്കും. ഫലാ യസുദ്ദന്നക അൻഹ, അതിൽ നിന്ന് നിന്നെ തടയാതിരിക്കട്ടെ, നിന്നെ തടയാൻ പാടില്ല. മൻ ലാ യുഅ്മിനു ബിഹ, അതിൽ വിശ്വസിക്കാത്ത ആൾ, അതിൽ വിശ്വസിക്കാത്ത ആൾ നിന്നെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. വത്തബഅ ഹവാഹു, അതേപോലെ ദേഹേച്ഛയെ പിൻപറ്റിയ ആളുകളും, ദേഹേച്ഛയെ പിൻപറ്റുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ നിന്നെ അതിൽ നിന്ന് തടയാതിരിക്കട്ടെ. ഫതർദ, അങ്ങനെ നിന്നെ അതിൽ നിന്ന് തടഞ്ഞാൽ ഫതർദ, അപ്പോൾ നീയും നശിച്ചു പോകും, നീ
നാശത്തിൽ അകപ്പെട്ടു പോകും. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കുടുംബത്തെയും താഴെ നിർത്തിയിട്ട് അവർക്ക് ഒരു ചൂട്ടോ അതല്ലെങ്കിൽ ഒരു തീക്കൊള്ളിയോ വഴി പറഞ്ഞു തരാനുള്ള ആരെങ്കിലുമോ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ മലമുകളിലേക്ക് കയറി പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ നിലത്തല്ലായിരുന്നു തീ ഒരല്പം മുകളിലാണ്. മാത്രമല്ല കത്തിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിഞ്ഞു നടക്കാൻ തിരിച്ചോടാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഫലമ്മ അത്താഹ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ, അഥവാ തിരിഞ്ഞു നടക്കാനൊക്കെ തുടങ്ങുന്ന ആ അവസരത്തിൽ അദ്ദേഹം അവിടെ എത്തിയ സന്ദർഭത്തിൽ നോദിയ അദ്ദേഹത്തെ വിളിക്കപ്പെട്ടു. അദ്ദേഹത്തെ ആരോ വിളിച്ചു. യാ മൂസ, ഓ മൂസ എന്നൊരു വിളി അദ്ദേഹത്തിന് കിട്ടി. അത് പരിചയമുള്ള ഒരു സ്ഥലത്തു നിന്നല്ല എന്നാണ്. വലഭാഗത്തു നിന്നും ഇടഭാഗത്തു നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒക്കെ വിളിക്കുന്നത് പോലെ വല്ലാത്തൊരു അനുഭൂതിയുള്ള വിളിയായിരുന്നു അത്, യാ മൂസ എന്ന്. അപ്പോൾ അദ്ദേഹം അവിടെ പെട്ടെന്നുള്ള വിളിയിൽ അവിടെ തന്നെ നിന്നപ്പോൾ കൂടുതൽ അള്ളാഹു പറയാണ്, ഇനി ഞാൻ റബ്ബുക്ക, ഞാൻ നിൻ്റെ റബ്ബാണ്. നിൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ഫഹ്ലന അലൈക്ക, നീ നിൻ്റെ 2 ചെരുപ്പുകളും എടുത്തൊഴിവാക്കുക. ഇന്ന കബിൽ വാതിൽ മുഖദ്ദസി തുവ, നീ തുവ എന്ന് പറയുന്ന ഏറ്റവും പരിശുദ്ധമായ താഴ്വരയിലാണ് നീ ഉള്ളത്. ഇവിടെ തുവ എന്ന് പറയുന്നതിന് താഴ്വര എന്നാണ് അർത്ഥമെന്നും അതല്ല താണ്ടിക്കിടക്കുക എന്ന ആ പദത്തിൻ്റെ അർത്ഥമാണ് ഉപയോഗിച്ചതെന്നും 2 വിഭാഗത്തിലുള്ള വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ചെരുപ്പ് എന്തിനയച്ചു എന്നതിന്, അത് ചെരുപ്പ് പശുവിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ ഒന്നായതുകൊണ്ട് ആ തോൽച്ചെരുപ്പ് ആ സ്ഥലത്ത് അണിയാൻ അത്ര നല്ലതല്ല എന്ന രൂപത്തിലാണ് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, അതല്ല, ആ തുവ താഴ്വര ആദ്യം തന്നെ പരിശുദ്ധമാണ് എന്നും അവിടെ ആ സ്ഥലത്തെ ബഹുമാനിക്കാനാണ് എന്നും 2 അഭിപ്രായങ്ങൾ ഇതിലുമുണ്ട്. ഏതായാലും ആ താഴ്വരയിൽ ചെരുപ്പയച്ച് മാറ്റുക എന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയപ്പെട്ടു. അദ്ദേഹം ചെരുപ്പയച്ച് മാറ്റി. മാത്രമല്ല അള്ളാഹുവോടെ വാനഖ്തർതുക, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ഫസ്തമിലിമാ യൂഹ, നിനക്ക് എന്താണോ വഹി കിട്ടുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്ക്, ആകാശസ്നേഹം നീ ശ്രദ്ധിച്ച് കേൾക്ക്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തിരഞ്ഞെടുപ്പ്, ഒരാളെ പ്രവാചകനാക്കാൻ അള്ളാഹു നേരത്തെ തന്നെ ഒരാളെ കണ്ടെത്തുകയും അയാൾക്ക് വേണ്ട രൂപത്തിലുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അയാളിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒരു മഴസുമായ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നിട്ടുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയെടുത്ത ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ, ആവാൻ പോകുന്ന പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അറിയിക്കുകയാണ്, വാനഖ്തർതുക, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമിലിമാ യൂഹ, നിനക്ക് വഹി കിട്ടുന്ന വാക്ക് അഥവാ നിനക്കുള്ള ആകാശ സന്ദേശം നീ ശ്രദ്ധിച്ച് കേൾക്കുക, ദിവ്യബോധനം ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നനി അനല്ലാഹ്, തീർച്ചയായും ഞാനാണ് റബ്ബ്, നിൻ്റെ നാഥൻ അല്ലാഹു. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ആരാധ്യനില്ല. ഫഅബ്ദുനി, അതുകൊണ്ട് നീ എന്നെ ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണം. വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നമസ്കരിക്കുകയും വേണം. ഓർക്കാൻ വേണ്ടി നമസ്കരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നേരെ മറിച്ച് അദ്ദേഹം വരുന്നത് ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് നിന്നാണ്. ശുഐബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ആളുകളും നമസ്കാരം നിലനിർത്തുന്ന ആളുകളാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം 10 വർഷത്തോളം ഏതാണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമസ്കാരമൊക്കെ അറിയാം. എന്നാലും മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അത് മറ്റൊരു തരം നമസ്കാരമായിരുന്നു എന്നും ഇനി നീ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ നമസ്കാരം നിർവഹിക്കുക എന്നുമാണ് അർത്ഥം. അതിനാണ് കൂടുതൽ പിൻബലം ഉള്ളത്. വാഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നീ നമസ്കരിക്കുക. സാഅത്ത ആതിയത്തുൻ, തീർച്ചയായും ലോകാവസാനം, അന്ത്യനാൾ
അന്ത്യനിമിഷം അത് വരിക തന്നെ ചെയ്യും. അക്കാദു ഉഖ്ഫിയ, ഞാനത് രഹസ്യമാക്കി വെക്കും. എന്തിന്? ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, എല്ലാ ഓരോരുത്തർക്കും അവരുടെ പ്രയത്നം എന്താണോ അതിനനുസരിച്ച് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട്. ഇത് എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിനെ ഗോപ്യമാക്കി വെച്ചത്, രഹസ്യമാക്കി വെച്ചത്? അത് പരസ്യമാക്കിയിരുന്നുവെങ്കിൽ ആ ആളുകൾ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. ആ തിന്മ ചെയ്ത് അവസാനം ഇന്ന ദിവസമാണ് നിൻ്റെ അവസാനം എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിൻ്റെ തലേ ദിവസമായിരിക്കും അയാൾ എന്തെങ്കിലും രൂപത്തിൽ നന്മ ചെയ്യുന്നതോ അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തുന്നതോ ഒക്കെ തന്നെ. ഒരു വിശ്വാസിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഇസ്തിഗ്ഫാറിൻ്റെ രൂപത്തിൽ തന്നെ ആവണം. അയാൾക്ക് ഏത് സമയവും മനസ്സിൽ അള്ളാഹുലേക്ക് മടങ്ങേണ്ടി വരും. ഏത് സമയത്താണ് എൻ്റെ വിചാരണ, എൻ്റെ അന്ത്യ സമയം എവിടെയാണെന്നൊന്നും അയാൾക്കറിയില്ല. ലോകാവസാനം എന്നാണെന്ന് അയാൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടേയിരിക്കും, നന്മയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കും. അതാണ് ഓരോ വിശ്വാസിക്കും വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് അന്ത്യനാൾ, അന്ത്യനിമിഷങ്ങൾ, മരണം ഇതൊന്നും എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാതിരുന്നത്. ഫലാ യസുദ്ദന്നക അൻഹ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു, ദേഹേച്ഛയെ പിൻപറ്റിയ ആളുകളും അതേപോലെ തന്നെ ഈ ലോകാവസാനം നടക്കുന്നു എന്ന കാര്യം വിശ്വസിക്കാത്തവരുമായ ആളുകൾ നിന്നെ അവർ തടയാതിരിക്കട്ടെ, നിനക്കവർ മാർഗതടസ്സമുണ്ടാകാതിരിക്കട്ടെ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന ആളെ തടസ്സപ്പെടുത്താൻ ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുണ്ട്, ഒരുപാട് ശക്തികൾ വരാൻ സാധ്യതയുണ്ട്. അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ആ രൂപത്തിലുള്ള ആളുകൾ, ദേഹേച്ഛയെ പിൻപറ്റിയവരും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാത്തവരും നിന്നെ തടസ്സപ്പെടുത്താൻ വന്നേക്കാമെന്ന് പറഞ്ഞു. ഫതർദ, അങ്ങനെ പ്രവാചകനാണെങ്കിലും അങ്ങനെ വല്ല തടസ്സവും വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നീയും നശിച്ചു പോകും, നിനക്കും നാശമാണ് വരിക. അതുകൊണ്ട് സൂക്ഷിക്കും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നാണ് അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം. അദ്ദേഹത്തിനെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ചെയ്തു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം സഹായിക്കട്ടെ. എല്ലാവരെയും ഈമാനോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.